Hi all, today I am discussing about lithium drifted germanium detector. We know that lithium drifted germanium detector is a type of semiconductor detector. A semiconductor detector in ionizing radiation detection physics is a device that uses a semiconductor to measure the effect of incident charged particles or photons. അതായത് ഒരു സെമി കണ്ടക്ടറിൽ ഇൻസിഡൻറ്റ് ചെയ്ത ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെയോ അതല്ലെങ്കിൽ ഫോട്ടോൺസിൻ്റെയോ എഫക്റ്റിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് സെമി കണ്ടക്ടർ ഡിറ്റക്ടർ. ടൈപ്സ് ഓഫ് സെമി കണ്ടക്ടർ ഡിറ്റക്ടേഴ്സ് ആർ 1. ഡയോഡ് ഡിറ്റക്ടേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് PN ജംഗ്ഷൻ ഡിറ്റക്ടർ. രണ്ടാമത്തേത് ലിഥിയം ഡ്രിഫ്റ്റഡ് ഡിറ്റക്ടേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ് ലിഥിയം ഡ്രിഫ്റ്റഡ് സിലിക്കൺ ഡിറ്റക്ടർ ആൻഡ് ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടർ. ഇത് നമ്മൾ സിലി എന്നും ജെലി എന്നും വിളിക്കുന്നു. മൂന്നാമത്തേത് ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടർ. Then we have to go to germanium detector. Germanium detectors are semiconductor detector diodes made by germanium having a PN structure in which depletion region is sensitive to ionizing radiation, particularly X-rays and gamma rays. അതായത് ഒരു സെമി കണ്ടക്ടർ ഡിറ്റക്ടർ മേഡപ്പ് ഓഫ് ജെർമേനിയം, അതിൻ്റെ PN ജംഗ്ഷനിലെ ഡിപ്ലീഷൻ റീജിയൻ അയണൈസിങ് റേഡിയേഷൻസ് ആയ സച്ച് ആസ് ഗാമാസ് ആൻഡ് എക്സ്റേസിന് സെൻസിറ്റീവ് ആണെങ്കിൽ ആ ഒരു ഡിറ്റക്ടറിന് പറയുന്ന പേരാണ് ജെർമേനിയം ഡിറ്റക്ടർ. Germanium detectors are usually used in X-ray spectroscopy as well as gamma ray spectroscopy. അപ്പോൾ ജെർമേനിയം ഡിറ്റക്ടേഴ്സ് എക്സ്റേ സ്പെക്ട്രോസ്കോപ്പിയിലും ഗാമ റേ സ്പെക്ട്രോസ്കോപ്പിയിലാണ് പൊതുവെ യൂസ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് ഒരു ഹൈ പ്യുവർ ജെർമേനിയം ഡിറ്റക്ടറിൻ്റെ പിക്ചറാണ്. ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടറിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നോർമൽ ജെർമേനിയം ഡിറ്റക്ടർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് അതിൽ ലിഥിയം ഡ്രിഫ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതിൻ്റെ മെക്കാനിസമൊക്കെ പിന്നീടായിട്ട് പറയുന്നതായിരിക്കും. അപ്പോൾ വർക്കിംഗ് മെക്കാനിസം ഓഫ് എ ജെർമേനിയം ഡിറ്റക്ടർ. ഇവിടെ നമുക്ക് കാണാം ഒരു PN ജംഗ്ഷൻ ഡയോഡ് റിവേഴ്സ് ബയസിൽ ഒരു ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലോഡ് റെസിസ്റ്റൻസ് സിഗ്നലിന് അക്രോസ് കൊടുത്തിട്ടുമുണ്ട്. അതായത് ഔട്ട്പുട്ട് സിഗ്നലിന് അക്രോസ് ആയിട്ട് ഒരു ലോഡ് റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. PN ജംഗ്ഷൻ ഡയോഡ് ഈസ് മെയ്ഡപ്പ് ഓഫ് N ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് P ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്കറിയാം ജെർമേനിയം എന്ന് പറയുന്നത് ഒരു ടെട്രാവാലൻറ്റ് എലമെൻ്റ് ആണ്. അപ്പോൾ ഒരു ട്രൈ വാലൻറ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഇതിനെ ഡ്രോപ്പ് ചെയ്താൽ മെജോറിറ്റി ക്യാരിയേഴ്സ് ഹോൾസ് ആയിരിക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് സെമി കണ്ടക്ടറിനെ നമ്മൾ P ടൈപ്പ് എന്ന് പറയും. ആൻഡ് ഒരു ജെർമേനിയം സെമി കണ്ടക്ടറിനെ ഒരു പെൻഡാവാലൻറ്റ് ഇമ്പ്യൂരിറ്റി വെച്ച് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന മെജോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ഉണ്ടാകുന്ന സെമി കണ്ടക്ടറിനെ N ടൈപ്പ് എന്ന് പറയും, N ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയും. അപ്പോൾ ഈ N ടൈപ്പ് സെമി കണ്ടക്ടറും P ടൈപ്പ് സെമി കണ്ടക്ടറും ലെയർ ചെയ്തിട്ടാണ് ഒരു PN ജംഗ്ഷൻ ഫോം ചെയ്യുന്നത്. ദെൻ നൗ PN ജംഗ്ഷൻ ഡയോഡ് ദർ ഈസ് സംതിങ് കോൾഡ് ഡിപ്ലീഷൻ റീജിയൻ. ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ N ടൈപ്പിലെ ഇലക്ട്രോൺസ് P ടൈപ്പിലേക്കും P ടൈപ്പിലെ ഹോൾസ് N ടൈപ്പിലേക്കും ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഓപ്പോസിറ്റ് ചാർജസ് ഡിഫ്യൂസ് ചെയ്യുകയും റീകമ്പൈൻ ചെയ്തിട്ട് ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ദർ ഈസ് നോ ചാർജ് ക്യാരിയേഴ്സ് ഇൻ ഡിപ്ലീഷൻ റീജിയൻ നമുക്ക് പറയാം. കാരണം രണ്ടും കൂടി റീകമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു രണ്ടിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഒരു സെമി കണ്ടക്ടർ ഡിറ്റക്ടറിൽ ഈ ഡിപ്ലീഷൻ റീജിയനാണ് ഒരു ഡിറ്റക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിപ്ലീഷൻ ലെയർ ന്യൂക്ലിയർ ഡിറ്റക്ടറായിട്ട് ആക്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ലാർജർ ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റിവേഴ്സ് ബയസ് അപ്ലൈ ചെയ്യും. അതിനുവേണ്ടി ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനൽ P ടൈപ്പ് സെമി കണ്ടക്ടറുമായിട്ടും പോസിറ്റീവ് ടെർമിനൽ N ടൈപ്പ് സെമി കണ്ടക്ടർ കണക്ട് ചെയ്യും. ഈ
റിവേഴ്സ് ബയസ് കാരണം ഡിപ്ലീഷൻ റീജിയൻ വലുതാവുകയും ഒപ്പം തന്നെ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് മിനിമം ആവുകയും ചെയ്യും. Which is necessary because the only current flowing through the circuit should be associated with the existence of some kind of external particles. അതായത് ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറൻറ്റ് എക്സ്റ്റേണൽ പാർട്ടിക്കിൾസ് വഴി ഉണ്ടാകുന്നത് മാത്രമായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കറൻറ്റ് മിനിമം ആക്കുന്നത്. In reverse bias, minimum current flow through the circuit, and however, if an external nuclear particle enters the depletion layer, it basically collides with the atoms and molecules in that region and transfers energy. അതായത് ഒരു എക്സ്റ്റേണൽ ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഈ ഡിപ്ലീഷൻ ലെയറിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് അവിടെയുള്ള ആറ്റംസും മോളിക്യൂൾസും ആയിട്ട് ഇൻട്രാക്ട് ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഒരു എനർജി അതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഇൻട്രാക്ഷൻ വഴി ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. The electrons in the valence band of that particular depletion layer will absorb the energy and jump into the conduction band, and the result is the creation of electron hole pairs. അപ്പോൾ അവിടെ ഇൻട്രാക്ഷൻ വഴി ഉണ്ടായ ആ എനർജി വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് അബ്സോർബ് ചെയ്യും. അത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഒരു ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ പെയർ ക്രിയേറ്റഡ് ആർ എക്സ്ട്രീംലി ഹ്യൂജ് ബിക്കോസ് ദ ന്യൂക്ലിയർ പാർട്ടിക്കിൾസ് can have energy in the range of mega electron volt, but the amount of energy necessary to make an electron hole pair is around 3 electron volt. അപ്പോൾ പൊതുവെ ന്യൂക്ലിയർ പാർട്ടിക്കിൾസിൻ്റെയൊക്കെ എനർജി റേഞ്ച് നമ്മൾ പറയാറുള്ളത് മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലാണല്ലോ. അപ്പോൾ സെവറൽ മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലുള്ള ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഈ ഡിപ്ലീഷൻ റീജിയനിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺ ഹോൾ പെയറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. കാരണം ഈ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാക്കാനുള്ള എനർജീൻ്റെ അളവ് എന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുന്നത് 3 ഇലക്ട്രോൺ വോൾട്ട് ആ ഒരു റേഞ്ചിലാണ്. അങ്ങനെ വരുമ്പോൾ ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഹോൾ പെയേഴ്സ് ആർ ക്രിയേറ്റഡ് ഫ്രം വൺ ന്യൂക്ലിയർ പാർട്ടിക്കിൾ. These created electrons are moved through the circuit and then they lead to the effect of a potential drop across RL. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഹ്യൂജ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യും. എന്നിട്ട് അതൊരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് RL എന്ന് പറയുന്ന ആ റെസിസ്റ്ററിന് അക്രോസ് ഉണ്ടാക്കുകയും ചെയ്യും. വിച്ച് ഈസ് ഡിറ്റക്റ്റഡ് ത്രൂ സം കൈൻഡ് ഓഫ് ഇലക്ട്രോണിക് സോഴ്സ് അസോസിയേറ്റ് വിത്ത് ഇറ്റ്. ആ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇലക്ട്രോണിക് സോഴ്സ് RL-ആയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ദ എക്സിസ്റ്റൻസ് ഓഫ് കറൻറ്റ് പാസ് അറ്റ് RL ഈസ് ദ പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് എ ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഇൻസൈഡ് ദ ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ ഈ കറൻറ്റ് ഡ്രോപ്പ് അക്രോസ് ദി RL ഈസ് ദ പ്രൂഫാണ്. അപ്പോൾ ഈ കറൻറ്റ് ഡ്രോപ്പ് അക്രോസ് ദി RL ഡിപ്ലീഷൻ ലെയറിൽ ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിൾ ഇൻസിഡൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫായിരിക്കും. യൂസിങ് ജെർമേനിയം നോർമൽ സെമി കണ്ടക്ടർ, പ്യൂരിറ്റി ഡിപ്ലീഷൻ ഡെപ്ത് ബിയോണ്ട് 2 or 3 millimeter are difficult to achieve despite applying bias voltages that are near the breakdown level. അപ്പോൾ സാധാരണ ഒരു നോർമൽ സെമി കണ്ടക്ടർ വെച്ചിട്ട് നമുക്ക് പ്യൂരിറ്റി ഡിപ്ലീഷൻ ഡെപ്ത് എന്ന് പറയുന്നത് ഒരു 2 or 3 millimeterൽ കൂടുതലാവില്ല. കാരണം അത് നമ്മളിപ്പോൾ ഒരു ബ്രേക്ക് ഡൗൺ റേഞ്ചിലുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിലും 2 or 3 millimeter റേഞ്ചിന് മുകളിലായിട്ട് ഡിപ്ലീഷൻ ഡെപ്ത് പോകുന്നില്ല. പക്ഷേ മച്ച് ഗ്രേറ്റർ തിക്നെസ്സസ് ആർ റിക്വയർഡ് ഫോർ ഹൈലി പെനട്രേറ്റിംഗ് റേസ് സച്ച് ആസ് ഗാമ ആൻഡ് എക്സ് റേസ്. അപ്പോൾ ഹൈലി പെനട്രേറ്റിംഗ് റേസ് ആയ ഗാമ ആൻഡ് എക്സ് റേസിന് അത് ഏതാണ്ട് ഒരു 500 മെഗാ ഇലക്ട്രോൺ വോൾട്ട് റേഞ്ചിലൊക്കെ അതിൻ്റെ എനർജി ഉണ്ടാവുക. അത്തരം റേസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ നമുക്ക് ഈ ഒരു 2 or 3 millimeter റേഞ്ചിലുള്ള ഡിപ്ലീഷൻ ഡെപ്തുള്ള സെമി കണ്ടക്ടേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം ഹൈലി പെനട്രേറ്റിംഗ്
റേഡിയേഷൻസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 അപ്രോച്ച് സ്വീകരിക്കാം. അതിൽ വൺ ഈസ് റെഡ്യൂസിങ് ദ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ടു അപ്രോക്സിമേറ്റ്ലി 10⁻10 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഏതാണ്ട് 10⁻10 ആറ്റം പെർ സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് റെഡ്യൂസ് ചെയ്ത അറ്റ് ദിസ് impurity level in germanium predicts that a depletion depth of 10 mm can be reached using a reverse bias voltage of less than 1000 volt. അപ്പോൾ ഒരു 1000 വോൾട്ടിലുള്ള റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഈ 10 മില്ലിമീറ്റർ ഡിപ്ലീഷൻ ഡെപ്ത് നമുക്ക് കിട്ടും. എങ്ങനെയെന്ന് വെച്ചാൽ ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ 10⁻10 ആറ്റംസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബായിട്ട് കുറച്ചാൽ ഇങ്ങനെ കിട്ടും. ദെൻ ഡിറ്റക്ടേഴ്സ് ദാറ്റ് ആർ മാനുഫാക്ചേർഡ് ഫ്രം ദിസ് അൾട്രാ പ്യുവർ ജെർമേനിയം ആർ യൂഷ്വലി കോൾഡ് ആസ് ഇൻട്രിൻസിക് ജെർമേനിയം ഓർ ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടേഴ്സ്. ഇങ്ങനെ ഉണ്ടാകുന്ന പിന്നെ ഡിറ്റക്ടേഴ്സിനെ നമ്മൾ ഇൻട്രിൻസിക് ജെർമേനിയം ഓർ ഹൈ പ്യൂരിറ്റി ജെർമേനിയം ഡിറ്റക്ടേഴ്സ് എന്ന് പറയുന്നു. Before current purification techniques were defined, germanium crystals could not be produced with sufficient purity to enable their use in spectroscopy detectors. അപ്പോൾ സ്പെക്ട്രോസ്കോപ്പി ഡിറ്റക്ടേഴ്സിന് ആവശ്യമായ സഫിഷ്യൻറ്റ് പ്യൂരിറ്റി ഈ ഒരു മെത്തേഡ് വെച്ചിട്ടും ജെർമേനിയം ഡിറ്റക്ടേഴ്സിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ക്രിസ്റ്റലിൽ കുറേ ഇമ്പ്യൂരിറ്റീസ് കിടക്കുന്നുണ്ടാവും. ഈ ഇമ്പ്യൂരിറ്റീസ് ഇലക്ട്രോൺസിനെ ഹോളിനെ ട്രാപ്പ് ചെയ്യും. അതുവഴി ഈ ഡിറ്റക്ടറിൻ്റെ പെർഫോമൻസിന് ബാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ അപ്രോച്ച് എന്ന് പറയുന്നത് റെഡ്യൂസിങ് ദ നെറ്റ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ ഈസ് ടു ക്രിയേറ്റ് എ കോമ്പൻസേറ്റഡ് മെറ്റീരിയൽ ഇൻ വിച്ച് ദ റെസിഡ്യുവൽ ഇമ്പ്യൂരിറ്റി ഈസ് ബാലൻസ്ഡ് ബൈ ആൻ ഈക്വൽ കോൺസെൻട്രേഷൻ ഓഫ് ഡോപ്പൻറ്റ് ആറ്റംസ് ഓഫ് ദ ഓപ്പോസിറ്റ് ടൈപ്പ്. ഇത് മറ്റൊരു മെത്തേഡാണ്. ഇവിടെ നമ്മളിപ്പോൾ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ പി ടൈപ്പ് ജെർമേനിയം സെമി കണ്ടക്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിലുള്ള മെജോറിറ്റി ക്യാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആയിരിക്കും. അപ്പോൾ ഈ ഹോൾസ് വഴിയായിരിക്കും അവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ നമ്മൾ അതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിൾ വഴി ഉണ്ടാകുന്ന കറണ്ടാണ് നമുക്ക് ആ സർക്യൂട്ടിലൂടെ വേണ്ടത്. കാരണം നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ പാർട്ടിക്കിളിനെയാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഹോൾ കറൻറ്റ് എക്സസ് ആവുകയാണെങ്കിൽ നമുക്കത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എൻ ടൈപ്പ് മെറ്റീരിയൽ ഇതിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് പി ടൈപ്പ് ആകുമ്പോൾ ഹോൾസ് ആണ് കൂടുതലുള്ളത്, എൻ ടൈപ്പ് ആകുമ്പോൾ അതിൽ ഇലക്ട്രോൺസ് ആണ് കൂടുതലുള്ളത്. ഇത് രണ്ടും കൂടി പി ടൈപ്പിലേക്ക് എൻ ടൈപ്പ് ഡ്രിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ ഇലക്ട്രോൺസും ഹോൾസും റീകമ്പൈൻ ചെയ്യുകയും അവിടെ ഒരു ന്യൂട്രൽ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് കോമ്പൻസേഷൻ. ഒരു കോമ്പൻസേഷൻ നടക്കുന്ന ടൈമിൽ അവിടുത്തെ ഡോണർ ഇമ്പ്യൂരിറ്റിയും ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയും ഈക്വൽ ആയിരിക്കണം. അതായത് നെറ്റ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ 0 ആയിരിക്കണം. പക്ഷേ ഇത് പല കേസിലും പോസിബിൾ അല്ല. The compensation cannot be carried out simply by adding this appropriate amount of dopant to the semiconductor before the crystal is grown. Because the balance between the acceptors and donors will never be exactly right. അതായത് നമ്മൾ ജസ്റ്റ് ഈ കോമ്പൻസേറ്റഡ് മെറ്റീരിയൽ ഇതിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്താൽ മാത്രം പോരാ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കണം. അതല്ലെങ്കിൽ ഈ മെറ്റീരിയൽ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്തതിന് ശേഷമുള്ള മെറ്റീരിയൽ എപ്പോഴും ഏത് ഇമ്പ്യൂരിറ്റി ആണോ അതിന് കൂടുതലുള്ളത് അതിൻ്റെ ബിഹേവിയർ കാണിക്കും. അപ്പോൾ therefore the material is always turn out to be N or P type depending on which impurity shows a predominance. അതായത് ഇപ്പോൾ അതിലുള്ള ഇമ്പ്യൂരിറ്റീസ് കറക്റ്റായിട്ട് നമ്മൾ ബാലൻസ് ചെയ്തില്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിൻ്റെ പ്രിഡോമിനൻസ് അവിടെ കാണാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് ഒരു എൻ ടൈപ്പോ അല്ലെങ്കിൽ ഒരു പി ടൈപ്പ് മെറ്റീരിയലായിട്ട് ആക്ട് ചെയ്യുന്നത് കാണാം. ഈ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിഥിയം ഡ്രിഫ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടേഴ്സ്. ലിഥിയം
which has a small ionic radius, high mobility and low ionization energy in germanium act as an interstitial donor. അതായത് ലിഥിയത്തിൻ്റെ അയോണിക് റേഡിയസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, വളരെ ചെറുതാണ്. അപ്പോൾ തന്നെ അതിന് ജെർമേനിയത്തിൽ ഹൈ മൊബിലിറ്റി ഉണ്ട്, പിന്നെ ലോ അയണൈസേഷൻ എനർജിയാണ്. അതുകൊണ്ട് തന്നെ അത് ജെർമേനിയത്തിൽ ആക്ട് ചെയ്യുന്നത് ഒരു ഇൻ്റർസ്റ്റീഷ്യൽ ഡോണറായിട്ടാണ്. Hence, for fabricating lithium drifted devices, p-type germanium of suitable thicknesses is the starting material. അപ്പോൾ ലിഥിയം ഡ്രിഫ്റ്റഡ് ഡിവൈസസ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ p-type ജെർമേനിയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. വെൻ കോമ്പൻസേറ്റഡ് Na=ND ആവണം കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അതായത് പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റിയും കോൺസെൻട്രേഷൻ ഓഫ് ഡോണർ ഇമ്പ്യൂരിറ്റിയും ഈക്വൽ ആവണം. അങ്ങനെ വരുമ്പോൾ നെറ്റ് ഇമ്പ്യൂരിറ്റി കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബട്ട് ഇത് എല്ലാ കേസിലും പോസിബിൾ അല്ല. ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഇൻവോൾവ്ഡ് ഇൻ ദ ഫാബ്രിക്കേഷൻ ഓഫ് ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടേഴ്സ് ആർ diffusing lithium for 5 minutes at 425 degrees Celsius onto one side of germanium wafer. അതായത് ജെർമേനിയം വേഫറിൻ്റെ വൺ സൈഡിലേക്ക് ഒരു 5 മിനിറ്റ് ഡ്യൂറേഷനിൽ 425 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിൽ ലിഥിയം ഡിഫ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ദ വേഫർ ഈസ് സബ്സിക്വൻ്റ്ലി കൂൾഡ്. അതിന് ശേഷം അതായത് ലിഥിയം ഡിഫ്യൂസ് ചെയ്തതിന് ശേഷം ഈ വേഫർ കൂൾ ചെയ്യും. ദിസ് procedure gives a n plus surface layer of about 0.5 millimeter thickness. അതായത് ഈ പ്രൊസീജിയർ വഴി ഒരു n പ്ലസ് സർഫസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും വിത്ത് 0.5 millimeter thickness. ഇത് സിലിക്കണിൻ്റെ കേസിലാണ്, അതായത് ലിഥിയം ഡ്രിഫ്റ്റഡ് സിലിക്കണിൻ്റെ കേസിലാണെങ്കിൽ 100 മൈക്രോമീറ്റർ തിക്നെസ്സിലാണ് ഈ ലെയർ ഫോം ചെയ്യുന്നത്. പക്ഷേങ്കിൽ സിലിക്കണിനെക്കാട്ടിലും ലിഥിയത്തിന് ജെർമേനിയത്തിൽ മൊബിലിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ ഇവിടെ അത് 0.5 millimeter തിക്നെസ്സാണ്. ദ ഡ്രിഫ്റ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ജെർമേനിയം ഈസ് റെസ്ട്രിക്റ്റഡ് ടു 20 degree to 50 degrees Celsius. റേഞ്ച് ഓവിങ് ടു ഇറ്റ്സ് സ്മോളർ ബാൻഡ് ക്യാപ്പ്. അതായത് ജെർമേനിയത്തിന് സ്മോളർ ബാൻഡ് ക്യാപ്പ് ആയതുകൊണ്ട് തന്നെ ഡ്രിഫ്റ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു 20 degree to 50 degrees Celsiusൽ റെസ്ട്രിക്റ്റഡ് ആണ്. ഇത് സിലിക്കണിൻ്റെ കേസിലാകുമ്പോൾ ഒരു 100 to 120 degrees Celsius ആ ഒരു റേഞ്ചിലൊക്കെയാണ്. During drifting, the current in germanium N+P diode, which is reverse biased to about 500 volt, is about 50 milliampere. അതായത് ഒരു 500 വോൾട്ട് റിവേഴ്സ് ബയസ് ആണ് ഈ പിന്നെ ഡ്രിഫ്റ്റഡ് ആയിട്ടുള്ള N+P ഡയോഡിലേക്ക് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് ഒരു 50 milliampere റേഞ്ചിലായിരിക്കും. ദസ് heat must be removed from the diode while drifting, for which various techniques used. The actual time for drifting is variable in practice but usually takes several days to drift 1 centimeter thick detector. അതായത് ഈ ഡ്രിഫ്റ്റിംഗ് ടൈം ഓരോ വേരിയബിളാണ്, അതായത് ഇത്ര എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. പക്ഷേങ്കിൽ ഒരു 1 centimeter തിക്നെസ്സിലൊക്കെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ദിവസങ്ങളെടുക്കും. ആഫ്റ്റർ അച്ചീവിങ് ദ ഡിസൈർഡ് കോമ്പൻസേറ്റഡ് തിക്നെസ്, ദ ഫേസ് ഓപ്പോസിറ്റ് ടു ദ N+ ലെയർ ഈസ് ലാപ്പഡ്, എച്ച്ഡ് ആൻഡ് എ ഗോൾഡ് സർഫസ് ബാരിയർ കോണ്ടാക്ട് ഈസ് ഫോംഡ്. അതായത് നമുക്കൊരു വേണ്ട തിക്നെസ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ N+ ലെയറിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫേസ് ലാപ്പ് ചെയ്തിട്ട് ഒരു ഗോൾഡ് സർഫസ് ബാരിയർ കോണ്ടാക്റ്റ് ഫോം ചെയ്യും. ദസ് എ ഡിറ്റക്ടർ ഓഫ് N+IP+ സ്ട്രക്ചർ ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്ത് എ തിൻ എൻട്രി വിൻഡോ. അതുവഴി നമുക്കൊരു N+IP+ സ്ട്രക്ചറിലുള്ള ഒരു ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ അതിനൊരു തിൻ എൻട്രി വിൻഡോ ഉണ്ടായിരിക്കും. ഈ N+IP+ എന്ന് പറയുമ്പോൾ N+ സെമി കണ്ടക്ടർ, അത് കഴിഞ്ഞിട്ട് ഒരു ഇൻട്രിൻസിക് റീജിയൻ ഉണ്ടാവും, അതിനുശേഷം ഒരു P+ സെമി കണ്ടക്ടർ. ഈ ഒരു രീതിയിലായിരിക്കും ആ ഡിറ്റക്ടർ ഉണ്ടാവുക. ഡ്യൂ ടു സം
due to extreme low value of Na minus Nd, a small reverse bias voltage can deplete the full thickness. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ Na ഈക്വൽ ടു എൻ ഡി എന്നാണ് പറഞ്ഞിരുന്നു. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് Na ഈക്വൽ ടു എൻ ഡി ആക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ Na മൈനസ് എൻ ഡി വളരെ സ്മോൾ ആയിരിക്കുമ്പോൾ ഈ റിവേഴ്സ് ബയസ് വോൾട്ടേജ്, ചെറിയൊരു റിവേഴ്സ് ബയസ് വോൾട്ടേജ് വെച്ചിട്ട് നമുക്ക് ഈ ഫുൾ തിക്നെസ്സിനെ ഡിപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ബൈ ഫർദർ ഇൻക്രീസിങ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആസ് എസെൻഷ്യലി കോൺസ്റ്റൻറ്റ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് ഈസ് അച്ചീവ്ഡ് ത്രൂ ഔട്ട് ദ ഡിറ്റക്ടർ സെൻസിറ്റീവ് തിക്നെസ്. അപ്പോൾ ഹൈ ഇലക്ട്രിക് ഫീൽഡ് പിന്നെ അച്ചീവ് ചെയ്യാൻ നമുക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഈ അപ്ലൈഡ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് കൂട്ടുന്നതിനനുസരിച്ച് നമുക്കൊരു കോൺസ്റ്റൻറ്റ് ഹൈ ഇലക്ട്രിക് ഫീൽഡ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. കോൺഫിഗറേഷൻസ് ഓഫ് ജെർമേനിയം ഡിറ്റക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് കോൺഫിഗറേഷൻ പ്ലാനാർ കോൺഫിഗറേഷൻ ആണ്. ഇൻ പ്ലാനാർ ജിയോമെട്രി എ തിൻ ലെയർ ഓഫ് the original p-type semi material on one surface and the n+ layer on the other side sandwich the bulk of the compensated volume. അപ്പോൾ ഒരു ഒറിജിനൽ p-type മെറ്റീരിയൽ വൺ സർഫസിലും n+ ലെയർ അതർ സർഫസിലായിട്ട് സാൻഡ്വിച്ച് ചെയ്ത രീതിയിലായിരിക്കും ഈ ഒരു പ്ലാനാർ കോൺഫിഗറേഷൻ ഉണ്ടാവുക. ഇൻ ദിസ് കേസ് typical depth ranges from 0.5 to 1.5 cm on the full area of the crystal of diameter typically 0.5 cm, yielding sensitive volume of 5 cm to 15 cm cube. അപ്പോൾ ഒരു 5 to 15 cm ക്യൂബിലുള്ള വോളിയം നമുക്ക് ടിപ്പിക്കൽ ഡെപ്ത് റേഞ്ച് 0.5 to 1.5 cm ഉണ്ടാക്കാൻ സാധിക്കും. This configuration suffers from the disadvantage of a thick dead layer and is consequently unsuitable to low energy gamma and X-rays. അതായത് ഇതിനൊരു തിക്ക് ഡെഡ് ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ലോ എനർജി ഗാമ ആൻഡ് എക്സ്റേസ് ഡിറ്റക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് പ്ലാനർ കോൺഫിഗറേഷൻ ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോ എനർജി ഗാമ ആൻഡ് എക്സ്റേസ്. However, a thin window planar detector can be fabricated if the material surface barrier is formed on the original side for the entry of radiation. ഒരു തിൻ വിൻഡോ പ്ലാനർ ഡിറ്റക്ടർ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ദ മെറ്റീരിയൽ സർഫസ് ബാരിയർ ഈസ് ഫോംഡ് ഓൺ ദ ഒറിജിനൽ സൈഡ് ഓഫ് ദി എൻട്രി ഓഫ് റേഡിയേഷൻ. ഇവിടെ കാണുന്നത് ഒരു പ്ലാനാർ കോൺഫിഗറേഷനുള്ള ജെർമേനിയം ഡിറ്റക്ടറാണ്. അതിൻ്റെ മുകളിലെ ഭാഗത്ത് P+ കോണ്ടാക്ട് ലെയറാണ്, താഴെ ഭാഗം N+ കോണ്ടാക്ട് ലെയറാണ്. ഒരു ജെർമേനിയം ഡിസ്ക് പോലെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഇതിനിടയിലായിട്ട് ഹോൾസും ഇലക്ട്രോൺസും ഡിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഒരു ലോഡ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ബയാസിലുള്ള ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. Second configuration is coaxial configuration. For large volume gamma detectors, a coaxial configuration is adopted. In this configuration, sensitive volume up to about 120 cm³ can be achieved. അതായത് ലാർജ് വോളിയം ഗാമ ഡിറ്റക്ടേഴ്സിനാണ് നമ്മൾ കോആക്സിയൽ കോൺഫിഗറേഷൻ യൂസ് ചെയ്യുന്നത്. അതായത് അപ് ടു 120 cm³ വരെയുള്ള വോളിയം നമുക്ക് ഈ കോആക്സിയൽ കോൺഫിഗറേഷൻ വഴി അച്ചീവ് ചെയ്യാൻ പറ്റും. Thus, high energy gamma ray with larger volume coaxial configuration are to be preferred, but low energy gamma rays planar geometry may be preferable. അപ്പോൾ ഹൈ എനർജി ഗാമ റേക്ക് വേണ്ടിയിട്ട് നമ്മൾ കോആക്സിയൽ കോൺഫിഗറേഷനും ലോ എനർജിക്ക് പിന്നെ പ്ലാനർ കോൺഫിഗറേഷനാണ് പ്രിഫറബിൾ ആയിട്ടുള്ളത്. Coaxial detectors with a central N+ contact are referred to as N-type detectors, while P-type detectors have a P+ central contact. അപ്പോൾ ഒരു P-type ഡിറ്റക്ടർ ആണെങ്കിൽ അതിൻ്റെ അതായത് P-type കോആക്സിയൽ ഡിറ്റക്ടർ ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ കോണ്ടാക്റ്റ് P+ ആയിരിക്കും. അതുപോലെ തന്നെ N-type ഡിറ്റക്ടർ ആണെങ്കിൽ അതിൻ്റെ സെൻട്രൽ
കോണ്ടാക്റ്റ് N+ ആയിരിക്കും. The thickness of these contacts represent a dead layer around the surface of the crystal within which energy depositions do not result in detector signal. ഈ ഒരു റേഞ്ചിൽ എനർജി ഡെപ്പോസിഷൻസ് ഡിറ്റക്ടർ സിഗ്നൽസിനായിട്ട് റിസൾട്ട് ചെയ്യപ്പെടുന്നില്ല. The central contact in these detectors is opposite to surface contact, making a dead layer in N-type detectors smaller than dead layer in P-type detector. അതായത് ഈ സെൻട്രൽ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് സർഫസ് കോണ്ടാക്റ്റിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ഇവിടെ 2 P-type കോആക്സിയലും N-type കോആക്സിയലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു N-type ജെർമേനിയം കോആക്സിയൽ ഡിറ്റക്ടർ ആണെങ്കിൽ അതിൻ്റെ സർഫസ് ലെയർ എന്ന് പറയുന്നത് N+ കോണ്ടാക്റ്റ് ആയിരിക്കും. സെൻട്രൽ എന്ന് പറയുന്നത് P+ കോണ്ടാക്റ്റ് ആയിരിക്കും. P-type ജെർമേനിയം ആണെങ്കിൽ അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം, അതായത് സെൻട്രലിൽ വരുന്നത് N+ കോണ്ടാക്റ്റും സർഫസിൽ വരുന്നത് P+ കോണ്ടാക്റ്റുമാണ്. ഇനി ജെർമേനിയം ഡിറ്റക്ടറിൻ്റെ മേജർ ഡ്രോബാക്ക് എന്താണെന്ന് നോക്കാം. ദ മേജർ ഡ്രോബാക്ക് ഓഫ് ജെർമേനിയം ഡിറ്റക്ടേഴ്സ് ഈസ് that they must be cooled to liquid nitrogen temperatures to produce spectroscopic data. അതായത് സ്പെക്ട്രോസ്കോപ്പിക് ഡാറ്റ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഈ ജെർമേനിയം ഡിറ്റക്ടേഴ്സ് നമ്മൾ ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. At higher temperatures, the electrons can easily cross the band gap in the crystal and reach the conduction band, where they are free to respond the electric field, producing too much electric noise to be useful as a spectrometer. അപ്പോൾ ഇത് ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മളിപ്പോൾ ഒരു ജെർമേനിയം ഡിറ്റക്ടർ വെക്കുന്നതെങ്കിൽ അതിലത്തെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് ഈസി ആയിട്ട് തന്നെ തെർമൽ എക്സൈറ്റേഷൻ വഴി കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവുകയും അതുവഴി ഹൈ ഇലക്ട്രിക് നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ലിക്വിഡ് നൈട്രജൻ്റെ ടെമ്പറേച്ചറിൽ കൂൾ ചെയ്യുന്നത്. കൂളിംഗ് ടു ലിക്വിഡ് നൈട്രജൻ ടെമ്പറേച്ചർ, അതായത് 77 K, റെഡ്യൂസസ് thermal excitation of valence electrons so that only a gamma ray interaction can give an electron the energy necessary to cross the band gap and reach the conduction band. അപ്പോൾ നമ്മൾ ലിക്വിഡ് നൈട്രജൻ ലെവലിലേക്ക് അതിനെ കൂൾ ചെയ്യുമ്പോൾ ആ തെർമൽ എക്സൈറ്റേഷൻസ് വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന തെർമൽ എക്സൈറ്റേഷൻ കുറയും. അതുമായിട്ട് ഒരു ഗാമ റേ ഇൻട്രാക്ഷൻ വഴി ഉണ്ടാവേണ്ട അത്രമാത്രം കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ബാൻഡ് ഗ്യാപ്പിലെത്തുന്ന വാലൻസ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് മാത്രമായിരിക്കും. കൂളിംഗ് വിത്ത് ലിക്വിഡ് നൈട്രജൻ ഈസ് ഇൻകൺവീനിയൻറ്റ് ആസ് ദ ഡിറ്റക്ടർ റിക്വയർസ് ഹവേഴ്സ് ടു കൂൾ ഡൗൺ ടു ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ബിഫോർ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതായത് ഈ കൂളിംഗ് വിത്ത് ലിക്വിഡ് നൈട്രജൻ എന്ന് പറഞ്ഞ ഒരു ഇൻകൺവീനിയൻറ്റ് മെത്തേഡാണ്. കാരണം മണിക്കൂറുകളോളം കൂൾ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ മണിക്കൂറുകളോളം കൂൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഡിറ്റക്ടർ യൂസ് ചെയ്യുന്നത്. ആൻഡ് കനോട്ട് ബി അലൗഡ് ടു വാം അപ്പ് ഡ്യൂറിങ് യൂസ്. അതായത് യൂസ് ചെയ്യുമ്പോൾ ഇത് വാം അപ്പ് ചെയ്യാനും പറ്റൂല. അതായത് ഇപ്പോൾ ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടർ ആണെങ്കിൽ അത് നമ്മൾ വാം അപ്പ് ചെയ്യുകയാണെങ്കിൽ അതിലത്തെ ലിഥിയം ഡ്രിഫ്റ്റ് ഔട്ട് ആവുകയും അതുവഴി ആ ഡിറ്റക്ടർ നശിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു ലിഥിയം ഡ്രിഫ്റ്റഡ് ജെർമേനിയം ഡിറ്റക്ടറിനെ നമുക്ക് വാം അപ്പ് ചെയ്യാൻ സാധിക്കില്ല. അതേസമയം ഹൈ പ്യുവർ ജെർമേനിയം ഡിറ്റക്ടർ ആണെങ്കിൽ അതിനെ വാം അപ്പ് ചെയ്യുന്നത് ഒരു പ്രശ്നമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജെർമേനിയം ഡിറ്റക്ടേഴ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറയുന്നു. താങ്ക് യു.